ഉള്ളൊരു ഹൈന്ദവ മതവും ഹിന്ദു മതവും ഹൈന്ദവവുമായിട്ടുള്ള വ്യത്യാസം ഞാൻ പറയണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവതാരം എന്നത് പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാനാണ് ഞാൻ അതിന്റെ ഡെഫിനേഷൻ പറയണത്. അതായത് മറ്റൊന്ന് സൃഷ്ടിക്കപ്പെടും ആത്മാവ്. അത് ഹൈന്ദവത്തിലുമുണ്ട്, ഹിന്ദു മതത്തിലുമുണ്ട്. പക്ഷേ ഹൈന്ദവം എന്ന് പറയുമ്പോഴത്തേക്കും ശരീരത്തിലുള്ള ഓരോ സെല്ലുകളും നമ്മുടെ പ്രകൃതിയിലുള്ള എല്ലാം തന്നെ രൂപമാറ്റം വന്നുകൊണ്ടിരിക്കും. അതാണ് ഹൈന്ദവം. ഹിന്ദു മതം പറയണത് ആത്മാവാണ് റിവേഴ്സ് ചെയ്യപ്പെടുന്നത്. ബോഡി റിവേഴ്സിങ് പറയണില്ല. ബോഡി റിവേഴ്സിങ് പറയാതിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഹിന്ദു മതപ്രകാരം നമ്മുടെ ശരീരത്തെ അത്രയും ദഹിപ്പിച്ച് കളയാണ് കൂടുതലും ചെയ്യണത്. ഒരു 98% പേര്, 2% മാത്രമാണ് യോഗികളെയൊക്കെ കൊണ്ട് അടങ്ങുന്നത്. എവിടെയെങ്കിലും കൊണ്ടുവന്നിട്ട് നമ്മുടെ എന്ത് പറയണത്, ക്രിസ്ത്യൻ ആചാരപ്രകാരം പോലെ ബോഡിയെ കൊണ്ടുവന്ന് സമാധി ഇരുത്തുക എന്ന് പറയും. ക്രിസ്ത്യൻസിലോ മുസ്ലിംസിലോ ഉള്ള എല്ലാ ബോഡിയും തന്നെയും കത്തിക്കാറില്ല, അടക്കുകയാണ് ചെയ്യണത്. ഇപ്പൊ കത്തിക്കുന്നുമുണ്ട്, സ്ഥലപരിമിതിയൊക്കെ കൊണ്ട്. അതൊക്കെ മതപരമായ കാര്യങ്ങളാണ്. ഞാൻ ഇതിന്റെ വ്യത്യാസം പറഞ്ഞത് എന്താണ് ഹൈന്ദവം പൊയ്ക്കൊണ്ടിരിക്കുന്നതും ഹിന്ദുമതം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഹിന്ദുമതത്തിൽ ആത്മാവ് പുനഃസൃഷ്ടിക്കപ്പെടും, പക്ഷെ ബോഡി കത്തിച്ചു കളയാണ് ചെയ്യുന്നത്. അപ്പൊ ബോഡിയുടെ സെല്ലുകൾക്ക് പിന്നെ വിഘടിക്കാൻ ഇല്ല. ബോഡി കത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത എനർജിയായി എന്ത് വരണേ, ഫോസിൽ എനർജി ആയിട്ടതങ്ങ് മാറും. ഫോസിൽ എനർജി പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എയർ എനർജി ആയിട്ടതങ്ങ് മാറും. നമ്മൾ ബോഡി കുഴിച്ചിടുകയോ അല്ലെങ്കിൽ ബോഡി സ്വാഭാവികമായി പ്രകൃതിയിൽ കിടന്ന് അലിഞ്ഞു ചേർന്നാൽ മാത്രമാണ് നമ്മുടെ ബോഡി അടുത്ത ആറ്റമായിട്ട് മാറുള്ളൂ. അതൊന്ന് മറ്റൊന്നിലോട്ട് രൂപാന്തരപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ശരീരം നമ്മൾ പ്രകൃതിയിലോട്ട് ഇണക്കി ചേർത്ത് കഴിഞ്ഞാൽ രൂപാന്തരപ്പെടും. നമ്മുടെ ശരീരം ഓപ്പണായിട്ട് പുറത്തിട്ടിട്ട് പ്രകൃതിയുടെ വല്ലതുമൊക്കെ പല ജീവികളോ ഒക്കെ കുത്തിന്നാൽ അത് മറ്റൊരു ഫോമായി മാറും, മറ്റൊരു ആറ്റമായിട്ടാണ് മാറുന്നത്. അപ്പൊ അവിടെയും പുനർസൃഷ്ടിക്കപ്പെടുകയാണ്, വേറൊരു എനർജറ്റിക് ആയിട്ട് പുനർസൃഷ്ടിക്കപ്പെടുകയാണ്. അപ്പൊ അതാണ് പറഞ്ഞത്, അത് ആത്മാവിന്റെ പുനഃസൃഷ്ടിയും ബോഡിയുടെ പുനഃസൃഷ്ടിയും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഹൈന്ദവം. അതുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതിനെ വ്യക്തമായിട്ട് പറയണെന്ന് പറയുന്നത്, അത്തരം ഹൈന്ദവ വിശ്വാസങ്ങൾക്കൊന്നും മതമില്ല. അതുകൊണ്ട് തന്നെ ബോഡിയെ പോലും അവരൊരിക്കലും ദഹിപ്പിക്കാറില്ല ഹൈന്ദവപരമായിട്ട്. അത് ആചാരപ്രകമായിട്ട് മനുഷ്യന്റെ ശരീരം ഏത് ശരീരവും വേർപെട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, സില്ലായി കഴിഞ്ഞാൽ അത് മറ്റൊന്നിന് ഭക്ഷണമാക്കുകയാണ് പതിവ്. അത് നിങ്ങൾ ഇപ്പോഴും നോക്കിയാൽ മതി. ഗുജറാത്തിന്റെ ഏതോ പല മേഖലകൾ, ഇന്ത്യയുടെ പല മേഖലകളിലും മനുഷ്യന്റെ ശരീരം മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുറത്ത് കെട്ടിത്തൂക്കിയിട്ട് അത് പ്രകൃതിയിലുള്ള മനുഷ്യന്റെ എന്നല്ല എന്തും അത് പുറത്ത് കൊടുത്തിട്ട് പ്രകൃതിയിലുള്ള